കേൾക്കാൻ എല്ലാവരും ഇവിടെ കേന്ദ്ര സർക്കാർ കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആരുടെയും ആശങ്കകൾ ബാക്കി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനവും എടുക്കുകയുമില്ല. പിന്നെ എന്തിനാണ് ഈ നിലയിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോകുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം സംസ്ഥാനത്തിനടക്കം ഉണ്ടാകുന്ന ആശങ്കകൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമേ ഇല്ല എന്നുള്ളതാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ വാദം. ശ്രീ പി.കെ. ഗോപൻ. ശ്രീമതി അസിത, ആ വാദമാണല്ലോ നമ്മൾ ശ്രീ പത്മനാഭൻ സാറിലൂടെ കേട്ടത്. അദ്ദേഹത്തിൻ്റെ വാദം കേട്ടപ്പോൾ വിശ്വാസികളാണെങ്കിൽ എൻ്റെ ശ്രീ പത്മനാഭ എന്ന് വിളിച്ചു പോയേനെയായിരുന്നു. എന്തായാലും ഞാനങ്ങനെ തൽക്കാലം വിളിക്കുന്നില്ല. എത്ര നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ഒരു കൊടുംചതിയെ വിശദീകരിക്കാൻ ഈ സായം സന്ധ്യ ഉപയോഗപ്പെടുത്തിയത് എന്ന് തോന്നും. കാരണം ഇത് കേൾക്കുന്നവരിൽ ആർക്കാണ് ഇവിടെ വിയോജിപ്പ്? വനിതാ സംവരണം ഏർപ്പെടുത്തുന്നതിൽ വിയോജിപ്പില്ലെന്ന് മാത്രമല്ല, വനിതാ സംവരണം എന്നുള്ളത് നമ്മുടെ ദീർഘകാലമായ ഡിമാൻഡാണ്. മണ്ഡലം പുനർനിർണയം ആർക്കെങ്കിലും തർക്കമുള്ള കാര്യമാണോ? എവിടെയാണ് പ്രശ്നം? വനിതാ സംവരണത്തെ മണ്ഡല നിർണയവുമായിട്ട് ബന്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിൽ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നു. ആ ഹിഡൻ അജണ്ട നമുക്കെല്ലാവർക്കും അറിയാം. പശു വാലുയർത്തുമ്പോൾ ഒരു നാട്ടിൻ ചൊല്ലാണത്. എന്തിനാണ് പശു വാലുയർത്തിയതെന്ന് പശുവിനെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് പശു ബെൽറ്റിലേക്കുള്ള, കൗ ബെൽറ്റിലേക്കുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കമാണ് എന്ന് കണ്ടെത്തുന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പകൽ വെളിച്ചത്തിലും രാത്രി വെളിച്ചത്തിലും ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇവിടെ സംഭവിക്കുന്നത്, നിലവിൽ 543 ലോക്സഭാ സീറ്റുണ്ട്. വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത്. പ്രതിപക്ഷ കക്ഷികളുടെ വിയോജിപ്പും യോജിപ്പും എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് പലവിധ തർക്കങ്ങളിലൂടെ ഏതായാലും വനിതാ സംവരണ ബിൽ പാസ്സായി. ആ വനിതാ സംവരണ ബിൽ പാസ്സാക്കി അവർ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് അവർക്കെപ്പോഴാണോ ആ ബില്ല് വേണ്ടി വരുന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്, ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണ്. അന്ന് പറഞ്ഞു 2029 ശേഷമേ നടപ്പിലാവൂ. 2029 നടപ്പിലാവും എന്നല്ല പറഞ്ഞു. ഇപ്പം 2 ഇലക്ഷനാണ് ടാർഗറ്റ്: 2014, 2024, 2029. ഇപ്പോൾ അവർക്ക് മണ്ഡലം പുനർനിർണയം കൂടി ഇപ്പോൾ നടത്തുന്നതിൻ്റെ യുക്തി എന്താണ്? ആ യുക്തി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവരുദ്ദേശിച്ചതുപോലെ ഒരു മെജോറിറ്റിയിലേക്ക് വന്നില്ല. ഇപ്പോൾ ഇന്ത്യ സഖ്യമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളോ തമ്മിലുള്ള തർക്കം അവസാനിപ്പിച്ച്, ഈഗോ അവസാനിപ്പിച്ച് ഒരു യോജിപ്പിലെത്തിയാൽ തീരാവുന്ന BJP ഉള്ള ഇന്ത്യ രാജ്യത്ത്. അപ്പോൾ അതവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ പാർലമെൻറ്റിൽ മെജോറിറ്റി ഉണ്ടാക്കാൻ അവരുടെ ബൗദ്ധിക കേന്ദ്രങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മളാരെങ്കിലും ഉദ്ദേശിക്കുന്ന പോലെ അവരുടെ ബൗദ്ധിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു നേതൃത്വമല്ല. അവരുടെ ബൗദ്ധിക കേന്ദ്രം നാഗപ്പൂരാണ്, RSS ആണ്. അവരുടെ പ്രത്യയശാസ്ത്രം 2025 ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കലായിരുന്നു. അത് ഭരണഘടന ഉപയോഗിച്ചോ പാർലമെൻ്ററി സംവിധാനം ഉപയോഗിച്ചോ ഹിന്ദുരാഷ്ട്രമാക്കാൻ പരിശ്രമിക്കുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അതല്ലാതെ വന്നാൽ അവരുടെ RSSൻ്റെ മിലിറ്ററി സംവിധാനം ഉപയോഗിക്കും. ഇപ്പോൾ അവർക്ക് പാർലമെൻ്ററി സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനെയാണ് നിയോ ഫാസിസം എന്ന് പറയുന്നത്. പാർലമെൻ്ററി സംവിധാനത്തെ ഉപയോഗിച്ച് ഫാസിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, മണ്ഡല പുനർനിർണയത്തിലൂടെ ജനസംഖ്യ ഒരു മാനദണ്ഡമായിട്ടെടുത്താൽ ആരാണ് അതിൽ പരാജയപ്പെട്ടത്? ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയവർ പരാജയപ്പെടും. ആ നിർദ്ദേശം രാജ്യവ്യാപകമായിട്ട് ഉയർന്നപ്പോൾ വെറുതെ നിങ്ങൾക്ക് 2 കുട്ടി മതി, 1 കുട്ടി മതി എന്ന് നിർദ്ദേശിച്ചാൽ ആളുകൾ 2 കുട്ടിയിലും 1 കുട്ടിയിലും ഒതുങ്ങില്ല. അതിന് ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ സാമൂഹികമായ അവയർനെസ് ഉൽപ്പാദിപ്പിക്കലാണ്. അത് ഉപദേശ പ്രസംഗങ്ങളിലൂടെ നടക്കില്ല. അത് നടക്കണമെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടാവണം. കേരളത്തിലെ സാക്ഷരത 97% കൂടുതലാണ്. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുകയാണ് കേരളം. പുരുഷ സാക്ഷരതയിൽ നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യ പൊതുവെ സാക്ഷരതയിൽ കുറച്ചുകൂടി മുന്നിലാണ്, കേരളം പ്രത്യേകിച്ച് മുന്നിലാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പെറ്റുകൂട്ടാൻ മാത്രമുള്ള ഉപകരണമല്ലെന്ന് അവർക്ക് തോന്നലുണ്ടായി തുടങ്ങി. ആ തോന്നലിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ 2ലേക്കോ 1ലേക്കോ പ്രസവം ചുരുക്കിയത്. അല്ലാതെ പുരുഷന്മാരുടെ ആഗ്രഹപ്രകാരം മാത്രമല്ല, സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണത്. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ആപത്തായിട്ട് ജനസംഖ്യാ നിയന്ത്രണം മാറുകയാണ്. വിദ്യാഭ്യാസം നന്നായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ കാശ് തരത്തില്ല. നിങ്ങൾക്ക് വിളിച്ചാൽ വിളിയേക്ക് ദൂരത്തിൽ സ്കൂളുകളുണ്ട്, നിങ്ങൾക്ക് സ്കൂൾ നവീകരണത്തിൻ്റെ പൈസ തരില്ല. നിങ്ങൾക്ക് ഇന്ത്യയിലെ ആദ്യത്തെ 12 PH സെൻ്ററുകൾ കേരളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് പ്രാഥമിക ആരോഗ്യത്തിനുള്ള പൈസ തരില്ല. ഈ യുക്തിയാണ് അവരിതിനകത്തും പ്രയോഗിക്കാൻ പോകുന്നത്. അത് കയ്യിൽ വെച്ചാൽ മതി പത്മനാഭ സാറേ. ഇത് നടക്കുന്ന കാര്യമല്ല.
നിങ്ങൾക്ക് ഇപ്പോൾ പാർലമെൻറ്റിൽ 3-2 ഭൂരിപക്ഷം ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തെയായിട്ട് ആലോചിച്ചോ? പാർലമെൻറ്റിലെ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചോ? ഈ ബില്ല് മിനിഞ്ഞാന്നിന് മുമ്പ് നിങ്ങൾ ബില്ല് പുറത്താക്കിയോ? അതായത് കഴിഞ്ഞ 48 മണിക്കൂറിന് മുമ്പ് ബില്ല് നിങ്ങൾ പുറത്തു കൊടുത്തോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ബില്ല് പുറത്തു കൊടുത്തോ? ഇനി തമിഴ്നാട്ടിലെ എം പിമാരെന്ത് ചെയ്യണം? ബംഗാളിലെ എം പിമാരെന്ത് ചെയ്യണം? അവരെവിടെ വന്ന് ഇത് ചർച്ച ചെയ്യും? അവരെ നിങ്ങൾ ബന്ധിപ്പിച്ചു. നിങ്ങൾ ബന്ധിപ്പിച്ചു എന്ന് പറയല്ല, അവർ ബന്ധിക്കപ്പെട്ടു. എവിടെ? ഇലക്ഷൻ്റെ ഭാഗമായി. അവർക്ക് തമിഴ്നാട്ടിൽ ജനങ്ങളെ കാണണ്ടേ? ബംഗാളിൽ ജനങ്ങളെ കാണണ്ടേ? മറ്റ് സ്റ്റേറ്റുകളിൽ ജനങ്ങളെ കാണണ്ടേ? നിങ്ങൾ FCRA കൊണ്ടുവന്നത് എപ്പോഴാണ്? കേരളത്തിൽ നിന്നാണ് ഒരു നല്ല സമ്മർദ്ദം വരാൻ സാധ്യത. അപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ സമയത്ത് FCRA കൊണ്ടുവന്നു. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്നാണോ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? നിങ്ങളുടെ തലയിൽ മാത്രമേ ആളുതാമസം ഉള്ളെന്നാണോ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങളെപ്പോലെ ഈ ഹോമോസോപ്പിയൻസിൻ്റെ ഉത്തുംഗതയിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരല്ലേ? അതോ അവർ നിയാർത്താൽ മനുഷ്യരാണെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവരും ബൗദ്ധികമായി ഉയർന്നവരാണ് സർ. നിങ്ങളെപ്പോലെ ക്രൂരബുദ്ധിയും കൗശലവും കുറച്ച് കുറവുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് നിങ്ങൾ FCRA കൊണ്ടുവന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് വരാൻ പാടില്ല, ബംഗാളിൽ നിന്ന് വരാൻ പാടില്ല. നിങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ബില്ല് സർക്കുലേറ്റ് ചെയ്യണം. ബില്ലിൻ്റെ മേൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ചർച്ച നടത്തണം. ചർച്ച നടത്തിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നത് വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നു ഞങ്ങൾ, പക്ഷേ അത് ഇവരെതിർക്കുന്നു. എന്തിനാ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കും നിങ്ങൾ? അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഡീലിമിറ്റേഷൻ ഇതുമായിട്ട് കണക്റ്റഡേ അല്ല. ഡീലിമിറ്റേഷൻ തന്നെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ഡീലിമിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു പരിഗണന വരത്തക്കവണ്ണവും അതിനൊരു കൃത്യമായ നോംസ് ഉണ്ടാവണം. നിങ്ങൾക്ക് സൗകര്യമുള്ള നോംസ് ഏതാ? നിങ്ങൾ പറയുന്ന ഈ സെൻസസ് കഴിഞ്ഞ ഒരു നോംസ് എടുക്കാം. ആ നോംസിൽ എങ്ങനെയാണ് വരുന്നത്? ജനസംഖ്യ കൂടി നിൽക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തെ ജനസംഖ്യ ഇപ്പോഴുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് ഭരണഘടനയ്ക്കകത്ത് ജനസംഖ്യാനുപാത പ്രശ്നം വരുമ്പോൾ അത് മതഗ്രന്ഥങ്ങളെ പോലെ ലോകത്തൊരു കാലത്തും മാറ്റാൻ പറ്റാത്തതല്ല. അത് ഭരണഘടനാ ഭേദഗതി അതുകൊണ്ട് അതിനകത്ത് നിഷ്കർഷിക്കുന്നത് ഓരോ കാലത്തിനനുസരിച്ച്. ഇപ്പോൾ 1880-കളിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നാൽ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? എന്തിന് 1937 ക്ഷേത്രപ്രവേശന വിളംബരം വന്നിട്ടും ഗുരുവായൂർ അമ്പലത്തിൽ നായരാതി പിന്നോക്കക്കാർ കയറിയത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ്? കയറ്റിയില്ല അവിടെ. അപ്പോൾ ഒരു ബില്ലെന്ന് പറഞ്ഞാൽ ബില്ലും സാമൂഹികമായ ഉത്കർഷയും ഏതാണ്ട് ഒരേ കാലത്ത് സഞ്ചരിക്കണം. ബില്ലുകൊണ്ട് മാത്രം നടക്കില്ല. അതുപോലെ സാമൂഹ്യമായ തിരത്തള്ളൽ കൊണ്ട് മാത്രം നടക്കില്ല. രണ്ടും ഒരുപോലെ ഉയർന്ന് ഉദിച്ചു വരുമ്പോഴാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ സ്ത്രീ സംവരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ എത്രയോ കൊല്ലം മുമ്പ് ചെയ്യേണ്ടതാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള കക്ഷികളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്യേണ്ടതാണ്. ചെയ്തില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതിന് ഒരു മെയിൽ ഡോമിനേഷന്റെ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. മെയിൽ ഡോമിനേറ്റഡ് ആണ് നമ്മുടെ ഭാഷ, നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ വേഷം എല്ലാം മെയിൽ ഡോമിനേറ്റഡ് ആണ്. അർത്ഥനഗ്നനായ ഒരു പുരുഷൻ റോഡിൽ കൂടെ നടന്നു പോയാൽ ഒരു സ്ത്രീയും അയാളെ നഗ്നതയുടെ പേരിൽ ആക്രമിക്കുന്നില്ല. അർത്ഥനഗ്നയായ ഒരു സ്ത്രീ നടന്നു പോയി കഴിഞ്ഞാൽ പുരുഷൻ ആക്രമിക്കുന്നതിന്റെ കാരണം സ്ത്രീയുടെ നഗ്നതയാണെന്ന് പറയുന്നവരാ നമ്മൾ. നമ്മുടെ പഴഞ്ചൊല്ലുകളിലെല്ലാം സ്ത്രീ വിരുദ്ധതയാണ്. എന്തിന് ഞാൻ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് പറയാം. ശ്രീമതി അസിതയെ പോലുള്ള ആൾ ഈ ബില്ല് ഈ ചർച്ചയുടെ നയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം സ്ത്രീകളുടെ ശാരീരികമായ സവിശേഷതയെ സാമൂഹിക വിലക്കിനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്ത്രീകളുടെ ശാരീരിക സവിശേഷതയെ 21-ാം നൂറ്റാണ്ടിൽ അത്തരം ഒരു സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരു സ്ത്രീയെ ഏതെങ്കിലും ഒരു ഭരണത്തിന്റെ മേധാവിത്വ സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് അതിനുള്ള അധികാരം കൊടുക്കാതിരുന്നാൽ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അല്ല എന്ന് സ്ഥാപിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.